നമസ്കാരം. ഇന്ന് റവ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് സ്വല്പം കടുകിട്ട് പൊട്ടിക്കുക. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു പച്ചമുളക്, ഒരു സവോള എന്ന് വെച്ചാൽ മീഡിയം സൈസ് ഒരു സവോളയുടെ പകുതി മതി. അത്രയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുക. മൂപ്പിക്കേണ്ട, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ചെറിയൊരു ഐസ്ക്രീം കപ്പിൻ്റെ അളവിലാണ് ഞാൻ റവ റോസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് റോസ്റ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ അതേ ഐസ്ക്രീം കപ്പിൻ്റെ ഇത്രയും വെള്ളവുമാണ് എടുത്തിരിക്കുന്നത്. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കരിയാപ്പില ഇടുക. ഇപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ഐസ്ക്രീം കപ്പിൻ്റെ അളവിൽ വെള്ളം ഒഴിക്കുക. 1 കപ്പ് ഒഴിച്ചാൽ മതി. നല്ല പുട്ട് പോലത്തെ ഉപ്പുമാവ് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് ചേരുവകളെല്ലാം ചേർന്ന് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളപ്പിക്കുക. തിളച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം കപ്പിന് 1 കപ്പ് ആ വെള്ളം എടുത്ത് അതേ അളവിൽ ഉള്ള ഉപ്പുമാവിൻ്റെ റവ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൂട്ടി സിമ്മേലാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. 1 മിനിറ്റ് അവിടെ നിന്ന് അത് വേകട്ടെ. ഇനിയും ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ഇളക്കുക. 1 മിനിറ്റ് അങ്ങനെയും കിടക്കട്ടെ. തുറന്ന് വെച്ച് 1 മിനിറ്റ് ഇളക്കിയെടുക്കുക. സാധാരണ ഉപ്പുമാവ് എല്ലായിടത്തും ഉണ്ടാക്കുന്ന ഇരട്ടി വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ 1.5 ഭാഗം വെള്ളം ഒഴിച്ച് അതിനെ ഒരു കുറുകിയ രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് പുട്ട് പോലെയുള്ള നല്ല ഉപ്പുമാവാണ്. ഇനി അടുപ്പിൽ നിന്ന് വാങ്ങി സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോകൾക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു.